ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഇപ്പോൾ വെള്ളത്തിലാണ്. പ്രളയക്കെടുതിയിലാണ്. 27 പേരാണ് ഈ പ്രളയക്കെടുതിയിൽ മരിച്ചിരിക്കുന്നത്. 16 ആളുകളെ കാണാതായി എന്ന വാർത്തയും വരുന്നുണ്ട്. വിജയവാഡയിൽ സ്ഥിതി വളരെ ഗുരുതരമാണെന്നും വാർത്തകൾ വരുന്നു. ഏതാണ്ട് ഈ വിജയവാഡ നഗരം ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി ട്രെയിനുകൾ ഇപ്പോൾ റദ്ദാക്കി കഴിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ നേവിയുടെ 7 ഹെലികോപ്റ്ററുകൾ വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 2 മുഖ്യമന്ത്രിമാരുമായും തെലങ്കാനയിലെയും ആന്ധ്രയിലെയും മുഖ്യമന്ത്രിമാരുമായും സംസാരിച്ചു. എല്ലാവിധമായ കേന്ദ്ര സഹായങ്ങളും അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മൂർത്തി നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. മനീഷ് മൂർത്തി, ഇപ്പോഴും ആന്ധ്രയിലും അതുപോലെ തെലങ്കാനയിലും കനത്ത മഴ തുടരുന്നുവെന്നാണോ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് ശമനമുണ്ട്. രണ്ടിടങ്ങളിലും, ആന്ധ്രയിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഭൂരിഭാഗം പ്രദേശങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്നിപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ മറ്റിടങ്ങളിൽ, ആന്ധ്രയിലെ വിജയവാഡ പോലുള്ള മേഖലകളിലൊക്കെ വ്യാപകമായ തോതിൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. തെലങ്കാന സർക്കാർ അല്പസമയം മുമ്പ് ഔദ്യോഗികമായ ചില വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് 16 പേരാണ് ഇതുവരെ തെലങ്കാന സംസ്ഥാനത്ത് മരിച്ചിട്ടുള്ളത്. ഏകദേശം 5000 കോടി രൂപയുടെ നാശനഷ്ടം പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നു. 2000 കോടി രൂപ അടിയന്തര ധനസഹായം നൽകണമെന്നുള്ളൊരു ആവശ്യം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കേന്ദ്രത്തോട് അത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല 5 ലക്ഷം രൂപയുടെ ധനസഹായം, അതായത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സ്ഥലം, അതായത് പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കണമെന്നും പ്രളയത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ളൊരു ആവശ്യവും തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ട്. ആന്ധ്രാപ്രദേശിലേക്ക് നമ്മൾ വന്നാൽ, ആന്ധ്രയിൽ 11 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏകദേശം 4.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഈ പ്രളയത്തിൻ്റെ ദുരിതഫലം അനുഭവിക്കുന്നുണ്ട്. 500ഓളം വില്ലേജുകളിൽ പൂർണ്ണമായും തന്നെ വെള്ളക്കെട്ട് ഉള്ള ഒരു നിലയാണുള്ളത്. 31,238 പേരെയാണ് ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. നേവിയുടെ 7 ഹെലികോപ്റ്ററുകൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അവിടെയുണ്ട്. അത് കൃത്യമായി തന്നെ ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്ന ഒരു നിലയാണുള്ളത്. 11 മരണം ഇതുവരെ അവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. 20 SDRFിൻ്റെ 20 യൂണിറ്റ്, അതുപോലെ തന്നെ 19 NDRFിൻ്റെ യൂണിറ്റും അതിന് പുറമെയാണ് നേവിയുടെ സംഘം കൂടെ അവിടെ പ്രവർത്തനത്തിലുള്ളത്. 200-ലധികം ബോട്ടുകൾ വിവിധ മേഖലകളിലായി ആന്ധ്രാപ്രദേശിലുണ്ട്. അങ്ങനെ ആന്ധ്രയും തെലങ്കാനയും മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ വലിയ തോതിൽ അവിടെ രക്ഷാപ്രവർത്തനം എന്തായാലും പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല, സെപ്റ്റംബർ 5-ാം തീയതി ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അത് വലിയ ആശങ്കയാണ് പ്രദേശത്തുണ്ടാക്കുന്നത്. കാരണം ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകും. കൃഷ്ണ, ഗോദാവരി നദികൾ നിറഞ്ഞൊഴുകി, മാത്രമല്ല അതിൻ്റെ കൈവഴികളെല്ലാം തന്നെ ഗതിമാറി ഒഴുകിയൊക്കെയാണ് ഈ രീതിയിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് എന്തായാലും ആന്ധ്രാപ്രദേശിലാണെങ്കിലും തെലങ്കാനയിലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. SK.